ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ എല്ലാവരും എന്റെ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവില്ലേ? അത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ തംബ്നെയിൽ ഇട്ടിട്ടുള്ളതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്തത്. യൂട്യൂബ് തുടങ്ങുന്നത് ഒരു 6 മാസം മുൻപാണ് കേട്ടോ. അപ്പൊ 6 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ യൂട്യൂബ് തുടങ്ങുമ്പോൾ എല്ലാവരും ഒരു പുച്ഛഭാവവും കളിയാക്കലൊക്കെ ഉണ്ടായിരുന്നു. നീയോ യൂട്യൂബ് തുടങ്ങി, അങ്ങനെയൊക്കെ ഒരു കളിയാക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് പേരുള്ളത് കൊണ്ട് ഞാൻ മുന്നോട്ട് പോവാണ്. എനിക്ക് സപ്പോർട്ടൊക്കെ ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ മുന്നോട്ട് പോകുന്നത് കുറച്ച് പേർക്ക് കുറച്ച് അസൂയയും കുശുമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ട്. അപ്പോ അതിനുള്ളൊരു മറുപടി ആയിട്ടാണ് കേട്ടോ ഞാനിപ്പോ ഈ വീഡിയോ ചെയ്തത്. അത് എന്നെ സ്നേഹിക്കുന്ന എന്റെ ചാനലിൽ കാണുന്ന എല്ലാവരും ഉദ്ദേശിച്ചല്ല, കുറച്ച് പേരുണ്ട് എന്നെ കുറ്റം പറയാനും ഇവിടെ കേട്ടത് അവിടെ പറഞ്ഞു ഓരോരോ എന്നെ നന്നായി അറിയുന്ന ആൾക്കാര്, അവർക്ക് ഞങ്ങൾ വളരുന്നത് ഇഷ്ടമില്ലാത്ത കുറച്ച് പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഞാൻ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന്. അത് ഞാൻ ഉദ്ദേശിച്ച ആൾക്ക് അത് മനസ്സിലായിരിക്കും. ഓ, ഇവിടെ എന്നെയാണല്ലോ ഉദ്ദേശിച്ച് പറഞ്ഞിട്ടുള്ളതെന്ന് ഈ പറഞ്ഞ ആൾക്കാർക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇപ്പൊ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്താണ് പറഞ്ഞത് എന്നുള്ളത് ഞാൻ വ്യക്താക്കി തരാം. കുറെ പേര് ഇങ്ങനെ കുശുമ്പും മുന്നായ്മ നടക്കണ കുറച്ച് പേരോട് ഞാനിപ്പോ സ്ഥിരമായിട്ട് വീഡിയോസും ലൈവും കാര്യങ്ങളൊക്കെ ഇരുന്നുണ്ട്. അപ്പോ എന്റെ വീട്ടുകാർക്ക്, എന്റെ ഹസ്ബൻഡിനും എന്റെ അമ്മയ്ക്കൊന്നും കുഴപ്പമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ആ വീഡിയോയും ലൈവും ഒക്കെ ഇട്ടിട്ട് പോണത് കേട്ടോ. എനിക്കതിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ കുറെ പേരുണ്ട്. പക്ഷെ അതിൽ കുറച്ച് പേരൊക്കെ നെഗറ്റീവ് അടിച്ചിട്ടും പിന്നെ നമ്മളെ അറിയണവര് തന്നെ കുറ്റം പറഞ്ഞ അങ്ങോട്ട് ഇങ്ങോട്ട് ഏഷ്ണി പറഞ്ഞു കൊടുത്തിട്ട് നമ്മളെ തല്ലൂട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് ഇറങ്ങിയിട്ടുണ്ട്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പൊ ലൈവൊക്കെ കുറച്ച് നാളായിട്ട് ഇങ്ങനെ അടുപ്പിച്ച് ലൈവ് ഇടുന്നുണ്ടല്ലോ. ലൈവ് ഇട്ടപ്പോ ഞാൻ അതില് അനാവശ്യം ആയിട്ട് എന്നോട് ഞാൻ നെഗറ്റീവ് പറഞ്ഞു എന്നുള്ള ഒരു മൈൻഡിലാണ് ആൾക്കാർ സംസാരിക്കുന്നത്. ഞാൻ ഓരോരുത്തരെ കാണാനായിട്ട് വിളിച്ചു, എന്തൊക്കെ അവര് നെഗറ്റീവാ പറയണേന്ന് അവർക്ക് തന്നെ അറിയില്ല. അപ്പൊ അങ്ങനെ കുറച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് മറ്റുള്ളവരോട് അത് പറഞ്ഞു കൊടുത്തിട്ട് വെറുതെ മനുഷ്യനെ എന്താ പറയാ തല്ലൂട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ പ്രവർത്തികൾ ചെയ്യണ കുറച്ച് പേരിറങ്ങി. ഞാൻ പലരെയും കാണാൻ വിളിക്കണു, ഞാൻ അങ്ങോട്ട് വായോ, എറണാകുളത്തേക്ക് വായോ, അങ്ങനെ വായോ, ഇങ്ങനെ വായോ, അങ്ങനെയൊക്കെ കുറച്ച് പറഞ്ഞിട്ടുണ്ടെന്നും. പിന്നെ ഞാൻ കുറെ പേരെ പേര് വിളിച്ച് ഹായ് പറഞ്ഞു. ഇതിപ്പോ നമ്മുടെ ലൈവിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ആരെ വിളിച്ചിട്ടായാലും ആരായാലും ഹായ് പറയില്ലേ? അത് ഇത്ര വലിയ തെറ്റാണോ? ഒരാളുടെ പേര് വിളിച്ചിട്ട് ഹായ് പറയണത് ഇത്ര വലിയ തെറ്റാന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഞാൻ പിന്നെ ലൈവിലും വീഡിയോ ഒക്കെ ഇട്ടിട്ട് എന്തൊക്കെയാ അവള് കാണിച്ചു കൂട്ടണം? അവൾക്ക് എന്താ നാണാവില്ലേ? അവൾ എന്തൊക്കെയാ കാണിച്ചു കൂട്ടണേ? അത് ഈ കാണിച്ചു കൂട്ടണത് എന്താന്നുള്ളത് എന്റെ അമ്മയ്ക്കും എന്റെ ഹസ്ബൻഡിനും നന്നായി അറിയാം. ഞാൻ എന്റെ ഹസ്ബൻഡിന് കുഴപ്പമില്ലെങ്കിൽ പിന്നെ ആർക്ക് എത്ര വലിയ ബുദ്ധിമുട്ട്? ഈ പറയുന്ന ആൾക്കാർ എന്തുകൊണ്ട് എന്റെ ഹസ്ബൻഡിനോട് ചോദിക്കുന്നില്ല? ഹസ്ബൻഡിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഹസ്ബൻഡ് അതിനുള്ള കറക്റ്റ് മറുപടി അവർക്ക് കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് അവരാരും ഹസ്ബൻഡിനോട് ചോദിക്കുന്നില്ല. അപ്പൊ ഇത്രയ്ക്കും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് എന്താ? അപ്പൊ അതുകൊണ്ട് പറയാണ്, നിങ്ങൾക്ക് എന്റെ വീഡിയോ കാണാൻ താല്പര്യമില്ല, ലൈവ് കാണാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ കാണണ്ട. പിന്നെ കണ്ടിട്ട് അതിൽ നെഗറ്റീവുകൾ എടുത്തിട്ട് പല ലൈവുകളിലും പല ഇങ്ങനെ നെഗറ്റീവ് വരുന്നുണ്ടാവും. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ എന്റെ ഇതിലത്തെ ലൈവിൽ വന്നിട്ട് ഞാൻ അതിന് മറുപടി പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അത് അറിയുന്ന ആൾക്കാരോട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വെറുതെ എന്തിനാ ഏഷ്ണി ഉണ്ടാക്കാനായിട്ട് നടക്കണേ? നാണാവില്ല ഇങ്ങനെ ഏഷ്ണി ഉണ്ടാക്കിയിട്ട് പറഞ്ഞ് നടക്കാനായിട്ട്. അപ്പൊ അവനവരുടെ കുടുംബത്തിൽ തന്നെ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളില്ല, അത് നോക്കി നടന്നാ പോരെ. അല്ലാണ്ട് എന്റെ കാര്യത്തിൽ ഇടപെട്ടിട്ട് എന്തിനാ വെറുതെ? എന്റെ ഭർത്താവിന് കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം? ഈ ഏഷ്ണി സ്വഭാവമൊക്കെ ഒന്ന് നിർത്തുക. ഇവിടെ കണ്ടത് അവിടെ പറയാം. നിങ്ങൾക്ക് കാണാൻ താല്പര്യം കാണണ്ട, എനിക്ക് അത്രേ പറയാനുള്ളൂ. അല്ലാണ്ട് അവിടെ ഇവിടെയും കൂട്ടി പറഞ്ഞ് നടക്കണ്ട. വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഏഷ്ണി കൊടുത്തങ്ങട് സ്ക്രൂ കൊടുത്തങ്ങട് വിടുകയാണ്. ബാക്കിയുള്ളത് അവരായിക്കോളൂല്ലോ. അപ്പൊ അങ്ങോട്ട് കൂട്ടി പറഞ്ഞ അങ്ങോട്ട് കൊടുത്ത് വിടുക. ബാക്കിയുള്ളത് അവരായിക്കോട്ടെ. തല്ലൂട്ടുണ്ടാക്കണം, അതാണ് മെയിൻ. ഞാൻ എങ്ങനെയും ഈ യൂട്യൂബൊക്കെ നിർത്തി ഇരിക്കണം വീട്ടില്. അതിന് വേണ്ടിയിട്ട് കുറെ എണ്ണം ഇറങ്ങിയിട്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അത് ഈ ഇത് എന്തുകൊണ്ടാണ് ഇപ്പൊ പറഞ്ഞതെന്നുള്ളത് ഈ വീഡിയോ കണ്ടപ്പോ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. എനിക്ക് അത്ര ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നിന്നെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നിനക്കത് മനസ്സിലാവണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ ഞാൻ ചെയ്തത്. അല്ലാണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്, അവരൊരിക്കലും ഞാൻ ഇതിൽ ഉദ്ദേശിച്ചിട്ടില്ല. എന്നെ കുറ്റം പറഞ്ഞ് എന്റെ നെഗറ്റീവുകളും ഇങ്ങനെ എടുത്ത് വീഡിയോ ചെയ്യണതും അതും ഇതൊന്നും പറഞ്ഞ് കുറച്ച് പേര് നടക്കുന്നുണ്ട്. അവരെ ഉദ്ദേശിച്ച് മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് അവർക്ക് മനസ്സിലാക്കുക. ഇനി എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് ഞാൻ കാണിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്റെ നമ്പറും കാര്യങ്ങളും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങൾ എന്നോട് വിളിച്ച് ചോദിക്കുക, അല്ലെങ്കിൽ നേരിട്ട് എന്നെ വിളിച്ചോ, അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോൾ സംസാരിച്ചോ, അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡിനോട് ചോദിച്ചോ. അല്ലാതെ ഇങ്ങനെ കിടന്നേഷണി പറഞ്ഞു നടന്നിട്ട് വെറുതെ എന്തിനാ നാണം കെടാൻ നടക്കണേ? അപ്പോ ഇത് മനസ്സിലായി എന്നുള്ളത് വിചാരിക്കണം. അപ്പൊ സ്വന്തം കാര്യം നോക്കി നടക്കുക. എന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട. ഇതിപ്പോ ഒരു വട്ടമൊന്നല്ല, ഇതിനു മുന്നും
ഇങ്ങനെ ഭാഗത്ത് നിന്നിട്ട് ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുള്ളത് ഞാൻ കേട്ടു. ഞങ്ങൾ സ്ഥലം വിറ്റ പൈസ എടുത്തിട്ട്, ഞങ്ങളിപ്പോ പാർട്ടീഷൻ കഴിഞ്ഞ് വന്നൂലോ, അപ്പൊ ആ സ്ഥലം വിറ്റ കാശ് എടുത്തിട്ട് ഞങ്ങള് ആ പൈസ കൊണ്ടാണ് ഞങ്ങൾ പുറത്ത് പോയി ഫുഡ് കഴിക്കണേന്നും അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ വന്നു. അതൊക്കെ നമ്മൾ വിട്ട് കളഞ്ഞു. പക്ഷെ ഇത് വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാണ്, ഇനി മേല ഇങ്ങനത്തെ അവിടെ ഇവിടെയും പറഞ്ഞിട്ട് കുറ്റങ്ങൾ ഇതാക്കിയിട്ട് എന്റെ ഇതിലേക്ക് വരണ്ട. നിങ്ങൾ വേറെ ആരുടെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട. മനസ്സിലായില്ലേ? അപ്പോ ആൾക്കാർക്ക് ഇതെന്താ സംഭവം, ആരെയാണ് എന്താന്നുള്ളതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ബാക്കിയുള്ള ഒരാളെയും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ.